ഈ അടുത്ത കാലത്താണ് ഗോതമ്പ് കൊണ്ടുള്ള അവൽ നമ്മുടെ മാർക്കറ്റിലൊക്കെ ലഭ്യമാണെന്ന് അറിഞ്ഞത്. വാങ്ങി ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങൾക്കും ഉപകാരപ്രദമാവുമെന്ന് കരുതി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇത് 300 ഗ്രാമിൻ്റെ ഒരു വീറ്റ് ഫ്ലേക്സ് പാക്കറ്റാണ്. ഇതിന് സാധാരണ നമ്മുടെ കോൺഫ്ലേക്സിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. കോൺഫ്ലേക്സ് കഴിക്കുന്നത് പോലെ തന്നെ പാലിലിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആവും. വളരെ ഹെൽത്തിയുമാണ്. പക്ഷേ എൻ്റെ ചോയ്സ് എപ്പോഴും മധുരമാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ അവൽ നനയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കാൻ പോവുകയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ പാക്കറ്റിൻ്റെ പകുതിയോളം എടുക്കുന്നുണ്ട്, അതായത് ഏകദേശം 150 ഗ്രാമോളം. ഇനി സാധാരണ അവലൊക്കെ നനയ്ക്കുന്ന പോലെ തന്നെ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരി കൊണ്ടുള്ള അവൽ നനയ്ക്കുന്നതിനേക്കാളും എന്താണ് വ്യത്യാസമുള്ളതെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കൈകൊണ്ട് പൊടിച്ചെടുക്കാവുന്ന അത്രയും ക്രിസ്പിയാണ് ഇതിൻ്റെ ടെക്സ്ചർ. അരി കൊണ്ടുള്ള അവൽ അത്ര ക്രിസ്പി ആയിരിക്കില്ല. ഏതായാലും ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതിലേക്ക് ധാരാളമായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ എത്രത്തോളം അവൽ നനച്ചതിൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി കൊണ്ടുള്ള അവലാണെങ്കിൽ നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കുകയാണെങ്കിൽ അവൽ നല്ല സോഫ്റ്റായി കിട്ടും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇത് ക്രിസ്പി ആണെങ്കിൽ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടിക്കാനൊന്നും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ ആ ഒരു ക്രിസ്പി ടെക്സ്ചർ ഇഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വല്ലാതെ സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. ഏതായാലും തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കിലോളം ശർക്കര വെള്ളം വളരെ കുറച്ച്, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഉരുക്കി വെച്ചത്. ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. എത്ര ശർക്കര ചേർക്കണമെന്നൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇത് അവലിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി ഒരു വലിയ ബൗളാണെങ്കിൽ മിക്സിങ് കുറേ കൂടി എളുപ്പമായിരിക്കും. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കൊക്കെ എന്ത് വെക്കണം എന്ന് വിഷമിക്കുന്ന അമ്മമാർക്ക് ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അവർക്കിത് ഇഷ്ടമാവുകയും ചെയ്യും. ഇത് ഞാനൊരല്പം ഏലക്ക പൊടിച്ചതാണ്, 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന എന്തിലും ഏലക്കാപ്പൊടി നല്ലൊരു കോമ്പിനേഷനാണ്. ആ ഒരു മണം വരുമ്പോൾ തന്നെ ആരും കഴിച്ചു പോകും. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ കുക്കിംഗ് ഒന്നും വരുന്നില്ലല്ലോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് ഇനി വീറ്റ് ഫ്ലേക്സ് കണ്ടാൽ വാങ്ങാൻ മറക്കണ്ട. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.